ഭക്ഷണക്ഷാമമോ ജലത്തിന് ക്ഷാമമല്ല വചനത്തിന്റെ ക്ഷാമമാണെന്ന് ആമോസ് പ്രവാചകൻ 8 ആമോസ് 2 വാനത്തോട്ട് 11 ആദ്യം ആ വചനം വായിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെ 2 രാജാക്കന്മാർ 19 29 തൊട്ട് 34 വചനം അത് തന്നെ മറ്റൊന്നും വായിക്കാം. ഇത് പ്രത്യേകിച്ച് ഈ 4 കൊല്ലത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. 4 കൊല്ലം നിങ്ങൾ പിടിച്ചു നിൽക്കണം കേട്ടാൽ വീട് പോകരുത്. നാക്കിനെ നിയന്ത്രിച്ചപ്പോൾ തന്നെ പിടിച്ചേക്കാൻ പറ്റും. അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ വരെ നിങ്ങൾ അമ്മായി ഉണ്ടായിട്ട് വലിയ കൂട്ടാണ് നിങ്ങളുടെ കൂട്ട്, അല്ലെങ്കിൽ അമ്മായി അല്ലെങ്കിൽ കേൾവി ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് വലിയ ഇഷ്ടം. അമ്മായിമ്മ പറഞ്ഞ കുറ്റങ്ങളെല്ലാം കൊടുക്കുന്നു. അപ്പൊ അമ്മായിമ്മക്ക് ഇഷ്ടമാണ്. ഭർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കേൾപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ നിങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാക്ക് ആദ്യം നിയന്ത്രിക്കും. അത് പറ്റിക്കാരുടെ ഹൃദയമാണ്. നാക്ക് നിയന്ത്രിക്കുമ്പോൾ അമ്മായിമ്മ പറഞ്ഞത് പോകാൻ പോകില്ല. അപ്പൊ തുടങ്ങും അമ്മായിമ്മക്ക് കേൾക്കും. ഭർത്താവ് വരുമ്പോ കുറ്റങ്ങൾക്ക് ബാക്കി കൊടുക്കാൻ തുടങ്ങും. അതുപോലെ വലിയ കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളെ ഈശോ സ്പർശിച്ച് വചനം വായിച്ചാൽ ബൈബിൾ വായിച്ചാൽ അവിടെയാണ് മത്തായി 10:34 ഞാൻ വാളാണ് ഈശോ പറഞ്ഞത്. അമ്മയും മരികളും തമ്മിൽ തെറ്റിക്കും, മക്കൾ അപ്പനുമായിട്ട് തെറ്റും. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരും മറ്റൊരു വലിയ അപ്പോഴും അതുകൊണ്ട് ഗലാത്യ 4:29 ആത്മാവിന് ജഡത്തിൽ നമ്മൾ യുദ്ധം ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ കൂടുതലും ശക്തിയായിട്ട് വരുമ്പോഴാണ് 2 തിമോത്തി 3:12 വേണം. യേശുക്രിസ്തുവുമായി ആര് കൂടുതൽ ഐക്യപ്പെടുന്നു അപ്പൊ വിശുദ്ധി വരും. യേശുക്രിസ്തു ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം ഐക്യപ്പെടുന്നവരെല്ലാം ഉപയോഗം പോണെങ്കിൽ എന്താ ചെയ്യുന്നത്? കുറച്ച് പാപം ചെയ്താണ് അവസാനം പല ലക്ഷണങ്ങൾ വിളിച്ചവരെ കടമുണ്ട്. ഒരു കുട്ടി വിസ്കേറ്റുമായി ചോദിച്ചാൽ ദിനക്കണം പാപം ചെയ്യാൻ കടമോ? പീഡനം ചെയ്യുന്നു. പീഡനം ഉള്ളപ്പോഴാണ് യേശു തുടർന്ന് തന്നെയാണ് അറിയണത്. പറയാമോ? 14:17 ആന്തരികമായിട്ടുള്ള സന്തോഷവും സമാധാനം ആർക്കും തരാത്ത സന്തോഷം സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയും. യേശു സന്തോഷം കരഞ്ഞാലൊക്കെ സാധിക്കുക. നാം സന്തോഷമാണ് അവർ ഇടുന്നത് ആന്തരികമായിട്ട്. പുറത്തെങ്ങനെയാണ് ലൂക്കാ 15 പരിശുദ്ധായ ശക്തി വരുമ്പോൾ ദൈവാത്മാവിനെ കൊണ്ടാണ് നിങ്ങൾ പിന്നെ എല്ലാം നടക്കുന്നത്. ബന്ധനം പ്രാർത്ഥന എന്താണ് അറിയാം? ബന്ധനത്തിൽ മോചിക്കുന്ന പ്രാർത്ഥനയാണ്. ബന്ധനം തന്നെയാണ്. ജോബ് 12:14 ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നും വായിക്കാൻ സാധിക്കില്ല. ഈശോയെ മാലക്കന്മാരാണ് നമുക്ക് ചെയ്യുന്നത്. ജോബിന്റെ 3:17 റഫേൽ മാലൊക്കെയാണ് എല്ലാം ബന്ധിക്കുന്നത്. നമ്മളാരും എല്ലാം ചെയ്യുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ബന്ധിക്കുന്നത് പറയുന്നത് മാത്രമല്ല. പക്ഷെ നമ്മുടെ നാക്ക് എന്തായിരിക്കണം? ജെറമിയ 15:19 നാക്കായി മാറ്റണം. സത്വചനങ്ങൾ പറയുന്ന നാക്കായി മാറ്റണം. ആരെങ്കിലും എടീന്ന് പറഞ്ഞാൽ യേശുവിൽ ഒന്ന് എടീന്ന് വിളിക്കുമോ? എടീന്ന് വിളിച്ചാൽ നിങ്ങളുടെ നാക്ക് യേശുലാണോ? അപ്പൊ ഇനി വല്ലതും വിളിക്കുക വിലങ്ങൾ ചോദിക്കാൻ എടി വിളിക്കരുത്. എന്നാലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പോകുന്ന വഴിക്കൊരു ചീത്ത കേട്ടു. വീട്ടിൽ വന്നൊരു പരസ്യം പറഞ്ഞു ഏറ്റു പറയാമോ? കഴിക്കുമെന്ന് പറഞ്ഞു. ഇതിൽ പാടില്ല. ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. മാത്രം അത് ഏറ്റു പറഞ്ഞു പോകാം. ഇതുകൊണ്ടാണ് പുരുഷന്മാര് ചാപല്യം, വ്യക്തിഭാഷണം, ഇത് 3 പുരുഷന്മാർക്ക് വിട്ടു സഹോദരന്മാർക്ക് വിട്ടുപോയാൽ വേഗം ശക്തിയായിട്ട് വരും. അതുകൊണ്ടായിരിക്കും എപ്പോൾ പുരുഷന്മാർ ശക്തരാകുന്നത്. സഹോദരന്മാർ കൈ ഉയർത്തുമ്പോൾ തന്നെ ശക്തി പ്രാപിക്കും. 1 തിമോത്തി 2:8 കൈ ഉയർത്തും. അതുകൊണ്ടാണ് മോത്തെല്ലാം കൈ ഉയർത്തി നിന്നിരുന്നത്. കാപ്പിന്റെ പുറത്താണ് പുസ്തകം 17 വേണം. കൈ നാട്ടോളം ഇത് നോക്കുന്നത് അത് പലപ്പോഴും അത് പലപ്പോഴും ചെയ്യാം. അനേക കൃപകളുണ്ട്. ചിലപ്പോ ഇങ്ങനെ കൈപൊക്കിയാൽ മതി. യേശുവിനെ ആകുമ്പോൾ 3 ആളുകൾ അല്ല കൃപയാണ്.
ഇതെല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്. 2 തെസ്സലോനിക്കർ 2:8 ദാനം. യേശുവിന്റെ നാമം പറഞ്ഞ ഒരു ഊടുകൂടിയാൽ മാറി വിട്ടുപോകും, പോകും. അത് ഏത് വചനമാണ്? വചനം അറിഞ്ഞിരിക്കണം. യോഹന്നാൻ 20:19-22 വചനം. ഇപ്പൊ ബന്ധിക്കുന്നത് 22 അത് ബന്ധിച്ച ബന്ധനമാണ്, അയക്കാൻ സാധ്യമല്ല. മത്തായി ഒക്കെ വായിച്ചു. മത്തായി 18-20 വചനം. എന്താ പറയുന്നത്? ഈ വചനങ്ങളാണ് നമ്മളാരും ചെയ്യുന്നത്. കാരണം ഈശോയുടെ ബന്ധമാണ് നമ്മുടെ. ആ ബന്ധം ശക്തമായ ബന്ധമായിരിക്കും, കളങ്കമില്ലാത്ത. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം നിങ്ങൾ ഭൂമിയിൽ അയക്കുന്നതെല്ലാം അയക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വന്തക്കാരായ പിതാവ് നിറവേറ്റും. എന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഉണ്ടായിരിക്കും. യോഹന്നാൻ 4:7 അവൻ നമ്മുടെ മധ്യയിൽ ഉണ്ടോ? ഈശോ സംശയമുണ്ടോ? ഇല്ല. ഉണ്ടോ സംശയം? സംശയമില്ലാത്ത നടന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് കാര്യത്താണ്. കൈ പൊക്കണം ഈശ്വരൻ. വിശ്വാസം അങ്ങനെ വരുന്നു. കേൾവിക്കുകയാണ് വിശ്വാസം. യോഹന്നാൻ 18:7. നിങ്ങൾ എന്നിൽ വർദ്ധിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിശ്ചയിക്കുക. ഇഷ്ടമുള്ളത് ചോദിച്ചാൽ ഏറ്റവും ദൈവം എല്ലാ ദാനങ്ങളുമാണ്. സ്വത്ത് ദാനമാണ്. അനേകം കടന്നുപോകാം. നിയമമാത്ര ഏറ്റില്ല. ഏറ്റവും നല്ല ഭവനം തരും, ഏറ്റവും നല്ല സ്വർണം തരും, ഏറ്റവും നല്ല വെള്ളി തരും, എല്ലാം തരും. ഏറ്റവും നല്ല തോട്ടം തരും, എല്ലാം ഇരട്ടിയാക്കി തരും. നിയമാവസ്ഥ 28 ഒന്നുകൊണ്ട് 14 വന്നിട്ട് 5-ാം വാക്യത്തിലെല്ലാം അടുക്കള കൂടി ഞാൻ നോക്കിക്കൊള്ളാവുന്നതാണ്. മാവ് കുഴക്കുന്ന കലപ്പൊടി ഇന്നൊരു എല്ലാം കഴിഞ്ഞു പോകണം. കഴിഞ്ഞു പോകും. ഉണ്ടാക്കിയ കൂട്ടുണ്ടാക്കിയ പൊടിഞ്ഞു പോകുന്നു. മുട്ട വന്നപ്പോ കഴിഞ്ഞു. ഒക്കെ കംപ്ലൈന്റ്. എന്നിട്ട് തന്നെ പറയുന്നത് എന്റെ കുറ്റമാണ്, എന്റെ ഒരു ഭർത്താവിന്റെ കുറ്റം പറഞ്ഞാണ് പറഞ്ഞത്. പിന്നെങ്ങനെ ഉപയോഗിക്കുന്ന ആദ്യം മേടിച്ച് വരുമ്പോഴാണ് ഭർത്താവിനെ കൂട്ടി സ്നേഹിക്കാൻ തോന്നുന്നത്, ഭാര്യയെ സ്നേഹിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്കെല്ലാം വേഗം യേശുവിലേക്ക് വരാൻ സാധിക്കും. വചനം പാലിക്കാമെന്ന് 1-10 ഏത് വരെയുള്ളവരാണ് കാണാപ്പുറം പഠിച്ചാൽ മതി. എല്ലാ ഭർത്താക്കന്മാരും യേശുവിരിക്കും, മക്കളും യേശുവിരിക്കും. അത് ശരിക്കും പ്രവർത്തിച്ചാൽ സ്വന്തം കാര്യം നോക്കാതെ പ്രവർത്തിക്കണം. ആ വചനമനുസരിച്ച് അത് വായിക്കണം. ആദ്യം തന്നെ വിജയപ്പെട്ടാണ് ഭർത്താവ്. ഒരു സൗകര്യം വഴക്കിട്ട് പോയി. ഭർത്താവുമായിട്ട് 14 കൊല്ലമായി വേർപെടുന്നത്. എനിക്ക് ഇഷ്ടംപോലെ സ്വസ്ഥമാണ്. 5 പെണ്ണുങ്ങൾക്ക് വേണ്ടി അവാർഡ് എതിർ കഴിക്കും. ഇത് ഭർത്താവിനാണ് നോക്കിയപ്പോ കാലിൽ കിടക്കുന്ന പണ്ട് 65 വയസ്സായി. അതെല്ലാം മക്കള് കിട്ടാത്തവർ അപ്പോഴാണ് ഇപ്പൊ ഓട്ടമാണ്. എവിടെയാണ് മാറ്റം വന്നാലും ഹൃദയത്തിൽ മാറ്റം വേണമെങ്കിൽ നാം ഹൃദയം തുറന്നു കൊടുക്കണം. വീട്ടിലേക്ക് കൊടുക്കണം. വീട്ടിലേക്ക് വാചനം സ്വീകരിക്കണം. സ്നേഹം വരുമ്പോ 1-10 സ്നേഹം വരുമ്പോ എല്ലാ പാപങ്ങളും ഉണ്ടായി. വരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ അനുവദിക്കുകയും അവർ നിങ്ങളെ സാധനപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നതുകൊണ്ടാണ് ഇത് സാധ്യമാകുക. സാധ്യപൂർവകമായ ഇനിയ മുറിയോ വർണ്ണാമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അനുഗ്രഹം. പിന്നെയോ
ദൈവത്തിന്റെ വ്യത്യസ്തമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരനെ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാവായ എന്ന് വിളിച്ചുകൊണ്ട് അലങ്കരിച്ചിരുന്നത് നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. നിങ്ങളുടെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം ജീവിക്കുക. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവകാരണമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവരോട് ബഹുമാനമായിരിക്കും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഭർത്താക്കന്മാരുടെ പറയുകയാണെങ്കിൽ ഇതിന് വരുമ്പോൾ മാറ്റം വരുന്നത് മറ്റൊരുമാണ് നമ്മുടെ